ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ ദാലികൽ ഫൗസുൽ അളീം. യഗ്ഫിർ ലക്കും ദുനൂബക്കും, യഗ്ഫിർ ലക്കും നിങ്ങൾക്ക് പുറത്തു തരും, ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ, ദംബു ജമു ദുനൂബ്, വയുദ്ഖിൽക്കും ദഖല പ്രവേശിച്ചു, യുദ്ഖിൽക്കും നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ജന്നാത്തിൻ സ്വർഗീയത്തിൻ തോട്ടങ്ങളിൽ, സ്വർഗീയ ആരാമങ്ങളിൽ, തജ്രി അവിടെ ഒഴുകുന്നു, മിൻ തഹ്തി അതിന്റെ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്നു, അൽ അൻഹാർ നഹ്റു ജം അൻഹാർ നദികൾ, വ മസാക്കിന മസ്കൻ ബഹുവചനാണ് മസാക്കിൻ വാസസ്ഥലങ്ങളിലും, ത്വയ്യിബ വിശിഷ്ടമായ വാസസ്ഥലങ്ങളിലും, എവിടെ ഫീ ജന്നാത്തി അദ്ൻ സ്ഥിരവാസത്തിന്റെ സ്വർഗീയാരാമങ്ങളിൽ, ദാലിക്കൽ ഫൗസുൽ അളീം അതാണ് മഹത്തായ വിജയം. നോക്കുക, യഗ്ഫിർ ലക്കും അവൻ നിങ്ങൾക്ക് പുറത്തു തരും, ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ, വയുദ്ഖിൽക്കും നിങ്ങൾ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും, വമസാകിന ത്വയ്യിബ വിശിഷ്ടമായ പാർപ്പിടങ്ങളിലും, ഫീ ജന്നാത്തി അദ്ൻ സ്ഥിരവാസത്തിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ, ദാലിക അതേ അൽ ഫൗസുൽ അളീം, അൽ ഫൗസ് യഥാർത്ഥ വിജയം, മഹത്തായ വിജയം അതാകുന്നു. അപ്പൊ നമ്മൾ അതെന്താ പറഞ്ഞേ, ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താ? നിങ്ങളെ ശരീരവും സമ്പത്തും ദൈവിക മാർഗത്തിൽ ജിഹാദിനായി സമർപ്പിക്കുകയും അള്ളാഹുവിനും പ്രവാചകനിലൊക്കെ വിശ്വസിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം ഏറ്റവും പ്രധാനം മഗ്ഫിറത്താണ്. യഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വർഗം പറയുന്നതിനൊക്കെ മുമ്പ് വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതി വൽ അർദ്, അവിടെ സ്വർഗത്തെ വർണ്ണിക്കുന്നതിനേക്കാളും മുമ്പ് പറഞ്ഞ അള്ളാഹിന്റെ മഗ്ഫിറത്തിനെ കുറിച്ചാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അവിടെയൊക്കെ അങ്ങനെ പ്രയോഗിച്ച്. ഇവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോണ ഏറ്റവും വലിയ നേട്ടം മഗ്ഫിറത്ത്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം. അള്ളാഹിന്റെ മുമ്പിൽ കുറ്റവാളിയായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനങ്ങളുടെ സമക്ഷല്ലേ നമ്മളെ കുറ്റമൊക്കെ ഇല്ല, അള്ളാഹ് അറിഞ്ഞിട്ടില്ലേ? അള്ളാഹുവിൽ നിന്നൊരു ഒരു പാപവും നമുക്ക് മറച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. അതിനോളം വലിയ അപമാനമുണ്ടോ? ഒരു കവി ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ലൗ അലമു ഖബീഹ സരീറതി ലഅബസ്സലാമു അലയ്യ മൻ യൽഖാനി. കവി പറയാണ്, അള്ളാഹുടെ സത്യം, എന്റെ കട്ടിലുകളിലുള്ള, എന്റെ കിടപ്പറയിലെ വേണ്ടാത്തരങ്ങള് അല്ലെങ്കിൽ വേണ്ടാത്ത പ്രവർത്തനങ്ങള് എന്ന് പറഞ്ഞാൽ ഞാൻ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരൊന്നെ കാണുമ്പോൾ സലാം ചൊല്ലുമായിരുന്നില്ല. ലാബസ്സലാമു അലയ്യ മൻ യൽഖാനി, എന്നെ അവർ കണ്ടുമുട്ടുമ്പോ സലാം പറയൂല. നമ്മുടെ പല പോരായ്മകളും അള്ള മറച്ചു വെച്ചുകൊണ്ടല്ലേ നമ്മൾ മാന്യന്മാരായി നടക്കുന്നത്. അതൊക്കെ അതെല്ലാ സറായിറുകളൊക്കെ അങ്ങോട്ട് പുറത്തു കിടുന്ന ഒരു ദിവസമാണ് വരുന്നത് പരലോകത്ത്. അള്ളാഹിന്റെ മുമ്പിൽ കുറ്റവാളിയായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിനോളം ഭീകരമായ ഒന്നില്ല. അപ്പൊ നമുക്ക് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങൾ അള്ളാഹ് പൊറുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പുറത്തു തരും എന്നതാണ് നിങ്ങൾ ഈ കച്ചവടം ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം. അള്ളാഹുവിന്റെ മുമ്പിൽ പാപരഹിതനായിട്ട് എത്താൻ പറ്റുന്നു എന്നതാണ്. തുടർന്ന് പറഞ്ഞത് എന്താണ്? വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. സ്വർഗത്തിൽ പലതരം നദികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ തേനിന്റെ നദികളുണ്ട്, പാലിന്റെ നദികളുണ്ട്, അങ്ങനെ പല നദികളെ കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ സാധാരണ ഭൂമിയിലെ നദികളെ പോലെ ഇങ്ങനെ ഒഴുകുന്നതല്ല. അതൊക്കെ അവരുടെ അടുക്കിലേക്ക് എത്തും വിധം അവർക്ക് ലഭ്യമാകുന്ന അതിൻ്റെയൊക്കെ ഘടന എന്താണെന്ന് അവിടെ ചെന്ന് തന്നെ അറിയുള്ളൂ. പല രീതിയിലും മുഫസ്സിറുകൾ അതിന് വിശദീകരിക്കുന്നുണ്ട്.
ആ നദികൾ ഒഴുകുന്ന ആരാമങ്ങളിലായിരിക്കും ഇനി ഇവരെത്താൻ പോണത്. ആനന്ദത്തിന്റെ ഏറ്റവും വലിയൊരു വർണ്ണനയാണത്. മാത്രമല്ല മസാക്കിന ത്വയ്യിബ, സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്തി അടയുന്ന ഇടം എന്ന ആൾക്കാണ് മസ്കൻ എന്ന് പ്രയോഗിക്കുന്നത്. ആ വിശിഷ്ടമായ സ്വർഗീയ ഭവനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലും ഹദീസിലൊക്കെ അത് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അളീം. സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ അതിൽ ശാശ്വതരായിരിക്കും. സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ മസാക്കിൻ പാർപ്പിടങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ സ്വർഗത്തിൽ വലിയ ലാക്കിനില്ലദീന, വേറൊരു ഭാഗത്ത് സൂറത്ത് സുമറിൽ നമ്മൾ പഠിച്ചു, ലാക്കിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഖുറുഫും മിൻ ഫൗഖിഹാ ഖുറഫുൻ മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തങ്ങളെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാരോ അവർക്കാണ് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണിമേടകകൾ ഉള്ളത്. അവരുടെ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയിൽ ഉള്ള ആയത്തുകളാണ് തോന്നുന്നു. ഏതായാലും ഇങ്ങനെ സ്വർഗത്തിലെ ഭവനങ്ങളെ കുറിച്ച് പറയും. ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് റസൂൽ ഒരിക്കൽ പറഞ്ഞല്ലോ, ഖദീജ റളിയല്ലാഹുവിനക്ക് പളുങ്ക് പോലത്തെ ഒരു കൊട്ടാരം സ്വർഗത്തിലുണ്ട്. ശബ്ദമില്ലാത്ത, ഒരു ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത, ക്ഷീണം ബാധിക്കാത്ത കൊട്ടാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മിഅ്റാജിൽ ഒരു സ്വർഗ കൊട്ടാരം കാണിച്ചു, സ്വർഗത്തിലൊരു വലിയ വെളുത്ത കൊട്ടാരം കാണിച്ചു. അത് പ്രവാചകനുള്ളതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു വലിയ കൊട്ടാരം പോലത്തെ വീട്, അതിന്റെ മുന്നിൽ ഒരു സ്ത്രീ ഒളിവെടുക്കുന്നു. ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബിന്റേതാണെന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ സ്വർഗത്തിലൊരു ഭവനം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണത്. അത് ഭൂമിയിലെ ഭവനം പോലെയല്ല. പ്രത്യേകിച്ച് ഇവിടെ രക്തസാക്ഷികളെ കുറിച്ചും ജിഹാദിന് പോയവരെ കുറിച്ചൊക്കെയുള്ള പറയുന്നത്. സ്വന്തം വീടുകളിൽ നിന്ന് അവർ ഇറങ്ങിപ്പോവുകയാണ്. ആ വീട് ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വലിയ വീടൊരുക്കി കൊടുക്കുകയാണ്. അതാണ് ആസിയ ബീവി പ്രാർത്ഥിച്ചില്ല, എനിക്ക് നിന്റെ സ്വർഗത്തിൽ നിന്റെ അരികിൽ ഒരു ഭവനം ഉണ്ടാക്കി തരണേ. അതാണ് അവരെ ക്രൂരമായിട്ട് ആസിയ ബീവിയെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് അവർ ആ സന്ദർഭത്തിൽ അവർക്ക് സ്വർഗത്തിലെ മണിമേട കാണിച്ചു കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞത് വലിയ സംഭവമാണ്. മംബനാ മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. ആരല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തോ അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. അതേപോലെ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത് ബനാ ലഹു ഖസ്റുൻ ഫിൽ ജന്ന. ആരൊരു ദിവസം 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തോ അവർക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതു കൊടുക്കും. സ്വർഗത്തിലെ ഒരു വലിയ വാഗ്ദാനമാണ് അവിടുത്തെ മസാക്കിൻ തയ്യിബായ. അല്ലെ, നമ്മൾ ദ്രവിച്ചു പോകുമെന്നോ നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഒരീസ ആ വീട്ടിൽ നിന്നാണ് നമ്മളെ മയ്യത്തെടുക്കുക. നമ്മളെ വീട് എല്ലാം ഉപേക്ഷിച്ച് നമ്മളെ മയ്യത്ത് ആ വീട്ടിൽ നിന്നാണ് എടുക്കുക. അന്ന് നമ്മളെ വീടാവൂല. ആ മരിച്ച സെക്കൻഡിൽ ആ വീട് വേറെ പലരുടെയും കയ്യിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് ജന്നാത്തു അദിൻ, ദായിമായ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗീയ ആരാമത്തിലെ മസ്കനുകളായിരിക്കും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നത് ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് മഹത്തായ വിജയം, ഇതാണ് മഹത്തായ വിജയം. ഇനിയും പറയുന്നത് വഖ്റാത്ത് വൈബ് അടുത്ത ക്ലാസ്സിൽ എടുക്കും. പക്ഷേ ഇതാണ് മഹത്തായ വിജയം. അൽ ഫൗസ്, ഒറിജിനൽ വിജയം എന്ന് പറയുന്നത് ഇതാണ്. ഫമൻ സുഹ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതാണ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തലാണ് യഥാർത്ഥ ഫൗസ്.
അതാണ് യഥാർത്ഥ ഫൗസ്. ഫമൻ സുഖിയ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ലാ യസ്തവി അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരല്ല. സ്വർഗാവകാശികളാണ് ഫായിസ്, യഥാർത്ഥ വിജയം കൈവരിച്ച ആളുകൾ. ദുനിയാവിൽ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല, അതൊക്കെ ഉപേക്ഷിക്കാനുള്ളതാ. അതേസമയം പരലോകത്തൊരുക്കിയതാണ് നമുക്കുള്ളത്. ദുനിയാവ് നമ്മൾ പുറപ്പെട്ട വാഹന, പരലോകം നമ്മൾ കയറാനുള്ള വാഹന. അതുകൊണ്ട് ഒറിജിനൽ ഫൗസ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ അത് നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ ഫൗസ് നേടിയെടുക്കാനാണ് വേണ്ടത്. അഥവാ ഈ കച്ചവടത്തിലൂടെ ഈ യഥാർത്ഥ വിജയം നേടിയെടുക്കുക. താൽക്കാലികമായി ദുനിയാവിലുള്ളതൊക്കെ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോണതല്ലേ. പരലോകം അവശേഷിക്കുന്നതും എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. ദുനിയാവ് മത്താവുൻ ഖലീലാണ്, മത്താവുൽ ഉറൂറാണ്, വഞ്ചനാത്മകമാണ്, ചെറുതാണ്. പക്ഷേ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, അത് ഉത്തമമാണ്, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ കച്ചവടത്തിൽ ഈ വിജയം നേടിയെടുക്കുന്നവരാണ് യദാലിക്കൽ ഫൗസുൽ അളീം, മഹത്തായ വിജയം നേടിയെടുത്തവർ എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശരിക്ക് പഠിക്കണം, ഉൾക്കൊള്ളണം, നിലപാടുകൾ എടുക്കണം. ജീവിതത്തെ സധൈര്യം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ യത്നിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് വിജയം കൈവരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുവാനും ദൃഢവിശ്വാസത്തോടു കൂടി അമലുകൾ ചെയ്യാനും അള്ളാഹ് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാകണേ. വിജയകരമായി കച്ചവടം നിർവഹിച്ച് യഥാർത്ഥ ഫൗസ്, യഥാർത്ഥ വിജയം നേടിയെടുക്കാൻ അല്ലാഹ് റബ്ബേ ഞങ്ങളെ നീ തുണക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങൾ അനുഷ്ഠിച്ച റമദാനിലെ നോമ്പും സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളെ കുടുംബത്തെ, മക്കളെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ത്യാഗം ചെയ്യാനുള്ള മനസ്സല്ലാ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ദുനിയാവിനേക്കാൾ പരലോകത്തെ സ്നേഹിക്കുന്ന, പരലോകത്തെ ലക്ഷ്യം വെക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവരെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. സ്വർഗത്തിൽ ഞങ്ങൾക്കും മഹത്തായ നിന്റെ ഭവനം, മസ്കൻ, മസാക്കിന ത്വയ്യിബ ഞങ്ങൾക്ക് റബ്ബേ നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഖ്ഹാബ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.